ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് സഭയ്ക്ക് എഴുതിയ 1 കൊരിന്ത്യസ് 12 അധ്യായം അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാം പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണിതെല്ലാം. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങൾക്കായി വചനങ്ങൾ സമർപ്പിക്കുന്നു. ഈ വചനം നമ്മൾ മുറുകെ പിടിക്കുകയും വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, കർത്താവ് നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാനങ്ങളും വരങ്ങളും കൃപകളും തരുന്നത് ദൈവം തന്നെയാണ്, മനുഷ്യരല്ല. ഇതാ അവിടെ അത്ഭുതം ചെയ്യുന്ന, ഇത് ഇവിടെ അത്ഭുതം ചെയ്യുന്ന, അവിടെ ഓടി നടക്കുന്ന ജനം ഇവിടെ ഓടി നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് ആ ബൈബിൾ തുറന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ട എല്ലാ കൃപകളും തരും. ഹല്ലേലൂയ. കാരണം ദൈവം ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്, അമർത്തി കുലുക്കി കവിഞ്ഞു വീഴുമെണ്ണമാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്, യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളുടെ മേൽ അയക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മാലാഖമാർ, ദൂതന്മാർ നോക്കി നിൽക്കെ, അതായത് ശിഷ്യന്മാരും നോക്കി നിൽക്കെ യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ നോക്കി നിൽക്കണ്ട, നിങ്ങളുടെ കൂടായിരിക്കാൻ ഒരാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മെൽക്കീസദേക്ക് എന്ന പരിശുദ്ധാത്മാവ്, മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ടേ ദശാംശം ഏറ്റുവാങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളുടെ ഇടയിൽ വസിക്കുന്നു. നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തരുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്നല്ല നമുക്ക് കൃപകൾ കിട്ടേണ്ടത്, കർത്താവിൽ നിന്ന് തന്നെയാണ്. ആ കർത്താവിൽ നിന്ന് മേടിക്കുന്ന കൃപ മറ്റാർക്കും എടുത്തു കളയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇല്ലാത്തത് എന്താണ്? ദൈവത്തിൻ്റെ കരങ്ങളിലില്ലാത്തത് എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ദൈവം സൃഷ്ടിക്കാത്തത് എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? നമുക്ക് നമ്മളുടെ സ്വർഗീയ അപ്പച്ചൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും വരദാനങ്ങളും പ്രവചന വരങ്ങളും പ്രഖ്യാപിക്കാനും ഭാഷാപരവും എല്ലാ വരത്താലും എല്ലാ ജനത്തെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സ്വർഗഗണങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇറങ്ങിച്ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.